കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് കല്യാണം കഴിക്കുന്നതിന് ജാതകം നോക്കിയാലും നോക്കിയില്ലെങ്കിലും ജനറ്റിക്കൽ ടെസ്റ്റുകൾ നടത്താനുള്ള ഒരു ബോധം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി വരും. എന്തിനാണ് സ്വന്തം വീട്ടിലെ അച്ഛനോ സിബ്ലിങ്സോ വരെ ഈ വിവരങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് അതിന്റെ സ്റ്റിഗ്മയിൽ പെട്ടിട്ടുണ്ട്. ഒരേ സമയം ഫോറിനർ ആണെന്നും നമ്മളുടെ മേലെ അധികാരം സ്ഥാപിക്കാനുള്ളത് പോലെ എൻ്റെ കൂടെയുള്ള സ്ത്രീനോടടക്കം വളരെ മോശമായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷനാണ്. ആൽബിനിസം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വിളി വിളിച്ചാൽ ആ വിളിയിൽ എല്ലാം ഉണ്ടെന്നേ. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഇച്ചിരി വെളുത്തു പോയെന്നല്ലേ ഉള്ളൂ. ഇവർക്ക് ഒരു പ്രശ്നവും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിലാക്കി തരും. ഞങ്ങൾക്ക് ജനിച്ചപ്പോൾ കാഴ്ച ഉണ്ടായിരുന്നില്ല, ഞങ്ങളാണ് കാഴ്ച ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കുറെ ആൾക്കാർ. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് ആൽബിനിസം എന്താണെന്നും ഇത് രോഗമല്ല എന്നും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകളുടെ സ്യൂഡോ ചികിത്സകൾക്ക് സയൻസിന് ഈ പറയുന്ന ആളുകൾ വിധേയമാവില്ല. ഈ ഓപ്പറേഷൻ ജാവന്റെ ഒക്കെ ഡിസ്കഷൻ നടക്കുന്ന ടൈമിൽ അവരൊരു കുറച്ച് വെളുപ്പും കറുപ്പുമുള്ള ഒരു മനുഷ്യനെ മാസ്ക് ചെയ്തൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തെടുക്കാം എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിങ്ങളിൽ പലരും ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലെ വില്ലൻ സില്ലാസ്, അദ്ദേഹത്തിനൊരു പ്രത്യേക കണ്ടീഷൻ, ഒരു രൂപമുണ്ട്. ഏറെക്കുറെ ഒരു വെളുത്തിട്ടുള്ള നിറവും. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം സാധാരണക്കാരിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തനാണ്. ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നത് ആൽബിനിസം എന്നാണ്. നമ്മുടെ ഇന്ത്യയിലും ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇതേപോലെ തന്നെ ഒരു വില്ലനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശരത് തേനുമൂല എന്നാണ്. നമ്മുടെ കൊച്ചിക്കാരനായിട്ടുള്ള അദ്ദേഹം ഓപ്പറേഷൻ ജാവ എന്ന സിനിമയിലൂടെ നിങ്ങൾക്കൊക്കെ പരിചിതനായിരിക്കും. അതിലെ വില്ലനാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ജീവിതത്തിൽ വില്ലനല്ല, ജീവിതത്തിൽ വളരെ ഹീറോയിസം അർഹിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വ്യക്തി. നമുക്കിന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാം. വെൽക്കം ചേട്ടാ. ഹായ്, നമസ്കാരം. ഇന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പം പലരും വിചാരിക്കുന്നത് ഇത് ഒരു വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ വെറ്റിലിഗോ എന്ന് പറയുന്ന ഒരു രോഗമാണെന്നും ആ രോഗം കൊണ്ടാണ് ചേട്ടൻ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പം ആൽബിനിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഈ വ്യക്തിക്കും ശരിക്കും ഒന്നാണോ? രണ്ടും രണ്ടാണ്. ശരിയാണ് പറഞ്ഞത്. ഒരു തെറ്റിദ്ധാരണ എൻ്റെ പുറത്താണ്. അത് നമ്മുടെ ഒരു പഴയ കാലം മുതലേ ഇത്തരം കാര്യങ്ങൾ വെള്ളപ്പാണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വെളുത്ത പാണ്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ചികിത്സയും പോലും ആ വെള്ള നിറം വരുന്നതും ആ വെള്ള നിറത്തെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് പൊതുവെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന ഈ കളറ് എന്ന് പറയുന്ന സാധനം മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റ് ഇല്ലാതെ ജനിക്കുന്ന ആളുകളാണ് ആൽബിനിസം എന്ന് പറയുന്നതും. ജനിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ചില കണ്ടീഷൻ കൊണ്ട് അവരുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ നിന്ന് പതുക്കെ അവരുടെ മെലാനിൻ പിഗ്മെന്റ് ഇല്ലാതെ പോകുന്ന അവസ്ഥയാണ് നമ്മൾ വിറ്റിലിഗോ എന്ന് പറയാം. ജനറ്റിക്കൽ കണ്ടീഷനാണ് ആൽബിനിസം എന്ന് പറയുന്നത്. വിറ്റിലിഗോ എന്ന് പറയുന്നത് ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റേ ആൽബിനിസത്തിന് അങ്ങനെ ഒരു കണ്ടീഷൻ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു രോഗം എന്നുള്ള നിലയ്ക്കല്ല അതിനെ കണക്കാക്കേണ്ടത്, കണ്ടീഷനാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറ്റിക് ഡിസോർഡർ ആണ്, ജന്മന ഒരാളിൽ കാണുന്നത്. അതെ, ഡിസോർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കണ്ടീഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഇത് ആനിമൽസിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൃഗശാലകളിൽ വെളുത്ത മയില്, വെളുത്ത കടുവ, വെളുത്ത സിംഹം, വെളുത്ത പാമ്പ്, ഇതെല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇവരെ സൂക്ഷിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മറ്റ് കണ്ടീഷനുകളിൽ ഇത് ഓക്കെ ആയിരിക്കത്തില്ല. പക്ഷെ മനുഷ്യരുടെ കാര്യത്തില് എനിക്ക് തോന്നുന്നു കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെ ഒരു മനുഷ്യരെ കുറിച്ചുള്ള ഒരു സർവേ പോലും നടന്നിട്ടില്ല. ഞാൻ നമ്മുടെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നേരത്തെ 2006 തൊട്ടുള്ള ഒരു സമയത്ത് ടാൻസാനിയയിൽ കുറെ ആൾക്കാർ ആൽബിനോസിനെ, നമ്മളെ വിളിക്കുന്ന ആൽബിനോസ് എന്നാണ്, ആൽബിനോസിനെ അറ്റാക്ക് ചെയ്യുകയും അതുപോലെ കുറെ ആചാരങ്ങളുടെ ദുരാചാരങ്ങളുടെ ഭാഗമായിട്ട് കൊല്ലു. ഏതാണ്ട് 7 പേരോളം ആ ഒരു സമയത്ത് കൊന്നു എന്നാണ് ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് ആണ് ഒരു ഇന്റർനാഷണൽ ആൽബിനിസം ഡേ, അവയർനെസ് ഡേ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരികയും 2013 ജൂൺ 13 തൊട്ട് ആൽബിനിസം ഡേ നമ്മൾ ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വർഷവും ഓരോ തീം വെച്ചിട്ട് ആൽബിനിസം ഡേ ആചരിക്കുന്നു. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ ശരിക്കും? ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ കേരളത്തിലും ആൽബിനിസവുമായി ബന്ധപ്പെട്ട് വർത്തമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും
ഈ അടുത്ത കാലത്ത് വരെ ആളുകൾ ധരിച്ചു വെച്ചിരുന്നത് ഒരു വെളുത്ത കളറ് മാത്രമാണെന്നാണ്. അപ്പൊ ആ കളറുമായി ബന്ധപ്പെട്ട സ്റ്റിഗ്മകളുണ്ട്. ഒന്ന്, ഇത് പകരുന്ന രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവര് പല ലൈഫ് കണ്ടീഷനിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ വിളിപ്പേരുകൾ മറ്റൊരു തരത്തിലേക്ക് മാറുന്നു. അവരുടെ പേരുകൾ പോലും ആളുകൾ വിളിക്കാറില്ല, ഫോണിൽ സേവ് ചെയ്യാത്തൊരു കണ്ടീഷൻ. കളർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തുടങ്ങുന്ന കാര്യങ്ങളായിരുന്നു കൂടുതൽ. പിന്നെ വെയിൽ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 20% കാഴ്ച ഇവർക്ക് ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾ സത്യത്തിൽ അജ്ഞരാണ്. ഇവർ കണ്ണട വെച്ചാലും കറുത്ത കണ്ണട വെച്ചാലും ഒക്കെ കളിയാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണുന്നതാണ്, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോഴും ആളുകൾ തിരിച്ചറിയാതിരുന്ന ഒരു കാര്യം, ഈ ശരീരത്തിന് നിറം കൊടുക്കുന്ന ഈ മെലാനിൻ പിഗ്മെന്റ് തന്നെയാണ് ഈ അൾട്രാ വയലറ്റ് റെയിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വേനൽ വരുമ്പോൾ, വെയിൽ കൂടുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ മറ്റുള്ളവരെക്കാൾ സൂര്യാഘാതങ്ങൾ ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ റിയാലിറ്റി നിലനിൽക്കുമ്പോൾ ആ ക്ലൈമറ്റ് ചേഞ്ച് ഇത്രയധികം ഡിസ്കഷന് വിധേയമാകുമ്പോൾ അതിൽ ആദ്യം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഭാഗമാണ് ആൽബിനിസം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജൂൺ 13 ഇന്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ മറ്റേത് ദിവസങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ മഴയും ഫ്ലഡും ഒക്കെ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് വേനലിലും നമുക്ക് കഴിഞ്ഞ തവണത്തെ വേനൽ കുറച്ചുകൂടി ദുരിതപൂർണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, വേനൽ വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ജൂൺ ആയില്ലേ, മഴ പെയ്ത് തുടങ്ങിയില്ലേ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നതാണ്. പക്ഷെ അപ്പൊ ഇതുകൊണ്ട് ഇവരുടെ ഒരു ജീവിത ശൈലികളോ പ്രോപ്പർ സർവൈവലോ ഒന്നും നടക്കത്തില്ല. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ പോലും ഞാൻ ചേട്ടൻ്റെ ഒരു 8 മിനിറ്റുള്ളൊരു ഡോക്യുമെന്ററി കണ്ടിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തൊരു ഡോക്യുമെന്ററിയാണ്. ചേട്ടൻ അതിലത്തെ ടൈറ്റിൽ തന്നെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ്. വെയിലിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും 3 മടങ്ങോ 4 മടങ്ങോ ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്, ശരിയാണല്ലോ, ഇപ്പം മഴയൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചേട്ടന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. എന്ത് ഡിഫിക്കൽറ്റിയാണ് ഈ ഒരു കാലാവസ്ഥ ചേഞ്ചിൽ വരുമ്പോൾ? കാലാവസ്ഥ ചേഞ്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ എല്ലാവരും മനുഷ്യരും അല്ലെങ്കിലും വെയിൽ കൊള്ളേണ്ടത് ആവശ്യമുണ്ട്. വൈറ്റമിൻ ഡി അടക്കം നമുക്ക് കിട്ടണത് അത്ര കാര്യത്തിൽ. അപ്പൊ ഈ ഓവർ വെയിൽ വന്നാൽ, അല്ലെങ്കിൽ സാധാരണ ഒരു വെയിലിൽ പോലും സൺബേൺ നിരന്തരമായി ഏൽക്കുമ്പോൾ ആ സൺബേൺ, അതായത് ഈ കഴിഞ്ഞ വേനലിൽ അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അവർ ഒരു ചെറുതോ വലുതോ ആയിട്ടുള്ള ബേണിങ്ങിനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് അത് നിരന്തരം ബേണിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ മെലനോമ പോലുള്ള സ്കിൻ ക്യാൻസറിന് ഉള്ള സാധ്യതയുണ്ട്. അത് അൾട്രാ വയലറ്റ് റേയിൽ തന്നെ ABC എന്ന് പറയുന്ന 3 ടൈപ്പ് റേസ് ആണുള്ളത്. ഒരെണ്ണം നമുക്ക് മുകളിൽ ഓസോൺ സുഷിരം അല്ലെങ്കിൽ ഓസോൺ പാളി വെച്ച് നമ്മളത് ഓവർകം ചെയ്തു പോകുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഈ സുഷിരം ഉണ്ടാകുന്നതും ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ആ ABCന്റെ അകത്തെ കുറച്ചുകൂടി ഹാംഫുൾ ആയിട്ടുള്ള റേ കൂടി നമുക്ക് ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ആഗോള താപനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചിലത് നമ്മുടെ തൊലിപ്പുറത്തെ ഒന്ന് പൊള്ളിക്കത്തേ ഉള്ളൂ. സാധാരണ കാണുന്ന ടാനും ബേണും ഒക്കെ അതാണ്. പക്ഷെ ഈ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള കോശങ്ങളെയാണ് അത് പൊള്ളിക്കുക. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ മഴയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെയിലിന്റെ കുറവ് വരുന്നുണ്ട്. അവർക്ക് ഓൾറെഡി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ അവരുടെ കണ്ണിന്റെ കാഴ്ചയും അവരുടെ കണ്ണിന്റെ ചില പ്രത്യേകതകളുണ്ട്. ഈ ത്വക്കിൽ നിന്നുള്ള, സൂര്യനിൽ നിന്നുള്ള സംരക്ഷണം ഈ സൂര്യൻ പോകുമ്പോൾ നമുക്ക് പോകും. പക്ഷെ ഈ കണ്ണിന്റെ 20% മാത്രം, അല്ലെങ്കിൽ അതിന് കുറച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാത്രമേ ഉള്ളൂ, അത്രയും മാത്രമുള്ള ഒരു കാഴ്ചയും നമ്മുടെ നിലവിലുള്ള കണ്ടീഷനോടും അവർക്ക് പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ഈ മഴയും വെയിലും മാത്രമല്ല, എല്ലാ ഋതുവും കടന്ന് ഓരോ പ്രായവും കഴിഞ്ഞ് അവർ സ്വതന്ത്ര വ്യക്തിയായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇത്ര വിസിബിളായ ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരു ചില സ്ഥലങ്ങളിൽ നമ്മളില്ലെന്ന് പറയാൻ കാരണം, ഒരു വാർഡ് മെമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ട് അറിയില്ല. കാരണം ഇന്ന് എന്തിനും ഏതിനും ഭയങ്കര വൈറലാവുന്ന കാലമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം മനുഷ്യർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് കണ്ടു കേട്ട് ശീലമാവണം. തമാശയ്ക്ക് പറയാറുണ്ട്, മരിച്ച വ്യക്തിയുടെ ഒരു ഫോട്ടോ ആയിട്ടെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മരണം ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ അതെങ്കിലും ഇന്നത്തെ വൈറൽ കാലത്തെങ്കിലും എന്ത് ചെയ്തേനെ, അറിയപ്പെടുമായിരുന്നു. ഇപ്പൊ ഞാനൊരു സിനിമ നടൻ കൂടിയിട്ടാണ്. പക്ഷെ ഇപ്പോഴും നമ്മളുമായി ബന്ധപ്പെടുത്തിയ എത്ര വാർത്തകൾ പോസിറ്റീവായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇത്രയും വിസിബിലിറ്റി ഉള്ള വൈറൽ കാലത്താണ് വിസിബിലിറ്റി കൊണ്ട്
പോസിറ്റീവായിട്ട് നമ്മൾ വാർത്തയിൽ വരണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ ജാവ മാത്രമാണ് ശരിക്കും അറിയപ്പെടുന്ന ഒരു സിനിമ. അതിലേതാണ്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ഉണ്ടായത് കൊണ്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസ്കഷനിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്, മറ്റ് ചിത്രങ്ങളിലൊക്കെ ഒരു ഫോറിനറായിട്ടാണ് ചേട്ടനെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്കല്ല ഉപയോഗിക്കപ്പെടുന്നത്. അല്ല എങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു പല ചിത്രങ്ങളിലും ഒരു വിസിറ്റർ ലൈക്ക് ജസ്റ്റ് ഒരു അപ്പിയറൻസ്, ഈ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് മാത്രം എഗെയിൻ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണോ ചേട്ടൻ ഫീൽ ചെയ്യുന്നത്, അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്? ശരിക്കും നമ്മൾ സിനിമയുടെ പുറകിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കാരണം പണ്ട് മുതൽ സിനിമ ഇഷ്ടമായിരുന്നു. അന്ന് പക്ഷെ നമ്മുടെ നിറം ഇത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല. പക്ഷെ പോകെ പോകെയാണ് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ നിറത്തിന് പരിമിതികൾ ഉണ്ടെന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ, വേഷങ്ങൾക്ക് പരിമിതി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്നം പതുക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാതെ നമ്മളുടെ നടൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മേക്കർ എന്നുള്ള നിലയ്ക്ക് സ്വപ്നം കണ്ട് തുടങ്ങുന്നത് അവിടെയാണ്. അത് നമ്മളെ മറ്റുള്ളവർ കാണുന്ന പരിമിതിന്റെ അകത്ത് നിന്നാണ്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം, എന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടറായിട്ടും എന്നെ പ്ലേസ് ചെയ്യപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ജാവ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള പല ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ മുതിർന്ന പലരും വിളിക്കുന്നത് അതിനകത്തൊരു എന്താ പറയുന്ന ഒരു ആദിവാസി നൃത്തമുണ്ട്, അതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോറിനറുടെ റോളുണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ഡയലോഗുള്ള ഒരു ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപ്പിയറൻസ് ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ആ സ്ക്രീൻ പ്രസൻസിനെ ഇപ്പൊ ഭയപ്പെടുത്താനാണെങ്കിലും എന്ത് തരത്തിലാണ് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുന്നത് വരെ ഈ റിപ്പീറ്റേഷൻ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സിനിമയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് കൊതിയുണ്ടെങ്കിലും ഈ ഒരുപാട് ഫോറിനർ ക്യാരക്ടേഴ്സ് മാത്രം വന്നു കഴിഞ്ഞാൽ ഞാൻ അടങ്ങുന്ന ഒരു ആൽബനിസം സമൂഹം അവരുടെ ചെറിയ പ്രായത്തിൽ ഈ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പലരുടെയും ഫോണുകളിൽ നമ്മളെ സേവ് ചെയ്തിട്ടുണ്ടാവുക സായിപ്പ് മദാമ എന്നുള്ള സാധനത്തിലായിരിക്കും. അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ അത്തരം കഥാപാത്രങ്ങൾ ചെയ്താൽ ഞാൻ ശരിക്കും എൻ്റെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരിക്കലും ഒരു മോഡൽ ആവത്തില്ല. ഈ സ്റ്റിഗ്മ അവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കും. മറ്റേ ആ വേഷത്തിന് ഉള്ള ആളല്ലേ, ഈ വേഷത്തിനുള്ള ആൾക്കാരല്ലേ, നിങ്ങൾ അഭിനയിച്ചൂടെ, അവർക്ക് അങ്ങനെ വിളിക്കുന്നതിലും അങ്ങനെ അഭിനയിക്കുന്നതിലും നാണക്കേടില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം. ഈ ആളുകളെല്ലാം അനാവശ്യമായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ ഇറങ്ങിയാലും അത് ബുദ്ധിമുട്ടാണ്. എൻ്റെ കമ്മ്യൂണിറ്റീനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഏത് കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യുന്ന പോലെ അവരുടെ പേരിലും അവരുടെ വീട്ടുപേരോ നാട്ടുപേരോ എന്താണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ മതി. അല്ലാതെ ഈ നാളെ ഇങ്ങനെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സിമിലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വേഷങ്ങൾ മറ്റുള്ളവർക്ക് സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യും. കാരണം എനിക്കത് സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് ചേട്ടനായാലും ആഗ്രഹിക്കുന്നത് നോർമലായിട്ട് കൺസിഡർ ചെയ്യും. തീർച്ചയായിട്ടും. അതെ. ഈ ഇപ്പം ഓപ്പറേഷൻ ജാവയെ പറ്റി സംസാരിച്ചതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു കസിൻ്റെ കൂടെ ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ്. മൂപ്പരാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എൻ്റെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, രഞ്ജിത്ത് വരുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ ജാവേൻ്റെ ഒക്കെ ഡിസ്കഷൻ നടക്കുന്ന ടൈമിൽ അവരൊരു എന്താ പറയുക കുറച്ച് വെളുപ്പും കറുപ്പുമുള്ള ഒരു മനുഷ്യനെ മാസ്ക് ചെയ്തൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തെടുക്കാം എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ എന്നെ കാണുന്നതും. അപ്പോൾ ഈ ഡിസ്കഷൻ്റെ കാര്യം പറഞ്ഞു, ഫോട്ടോ എടുത്ത് ആളെ അയച്ചു കൊടുത്ത് പിന്നീട് നമ്മൾ നേരിട്ട് അവരെ പോയി കണ്ടപ്പോൾ പരിചയമുള്ളവരാണ്. ഡയറക്ടറുണ്ട്, അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറുണ്ട്, എല്ലാവർക്കും അത് ഓക്കെ ആയിരുന്നു. വെച്ചാൽ അതിൻ്റെ വിഷ്വൽ എന്താണോ അവർ ആഗ്രഹിച്ചത് അതിൽ ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നീട് സിനിമ ഞാൻ കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പടം ഞാൻ തിയേറ്ററിൽ കണ്ടൊരു വ്യക്തിയാണ്. എനിക്കൊന്ന് കോവിഡിന് ശേഷം ഫസ്റ്റ് വന്ന ഒരു സിനിമ ബ്രേക്കിൽ വന്ന പടമാണ്. അതെ. അന്ന് ഞാൻ കരുതിയത്, എനിക്ക് ചേട്ടനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കരുതിയത് ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കത്തില്ല, ചേട്ടൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ കൺസിഡർ ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ആ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ് അവർ എഴുതി വെച്ചിരുന്നത്. അതെ. ആ ക്യാരക്ടറിനകത്ത് ഇങ്ങനെയായിരുന്നു, അതായത് ഫോറിനർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രാദേശിക ആള്. അപ്പോൾ ശരീരം മുഴുവൻ മറച്ചിട്ടെന്നുള്ള രീതിയിലായിരുന്നില്ല ആദ്യം. ആ ഒരു ചെറിയ ഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വരുന്ന ഒരാൾ. പക്ഷെ നമ്മളിലേക്ക് വന്നപ്പോൾ അത് മുഴുവനായിട്ട് കാണിച്ചതായിരിക്കണം. കാരണം അത് മേക്കിങ്ങിന്റെ സമയത്തുനിന്ന് ഈ പറയുന്ന പോലെ സ്പോർട്ട് കോൺട്രിബ്യൂഷൻസ് മുതൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ, എന്റെ പോലും ആളുകൾ അറിയപ്പെട്ടത് അവിടെ നിന്നാണ്. അതെ. നമ്മൾ സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷനെ പറ്റി സംസാരിച്ചിരുന്നു. ഏത് രീതിയിലാണ് അത് പേഴ്സണലിയും അല്ലെങ്കിൽ ഇത്തരം ആൽബിനോസിനെ മൊത്തത്തിൽ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്?
പല ആളുകളെ പല രീതിയിലാണ്. ഒന്ന് പൊതുവായ കുറെ സ്റ്റിഗ്മയുണ്ട്. ഒന്ന് ഇങ്ങനൊരു കുട്ടി ജനിച്ചാൽ ആദ്യം ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ അമ്മയാണ്. അതിപ്പോ ഏത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടായാലും വീടിനകത്തുനിന്ന് മുതൽ ചിലപ്പോൾ തുടങ്ങിയേക്കാം, നിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്ന സാധനം തുടങ്ങും. അപ്പോൾ അത് ആ വീടിന്റെ സാമൂഹിക അന്തരീക്ഷം അനുസരിച്ചിരിക്കും. ഒരു വെളുത്ത കുട്ടി ഉണ്ടാവുക അത്ര നല്ല സാമൂഹിക അന്തരീക്ഷം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ പോലും ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ വെച്ചാൽ ഒരു സാധാരണ ഒരു സ്ത്രീകൾക്കാണ് ഈ കുട്ടി ഉണ്ടായത്. എനിക്ക് അറിയുന്ന ഒരു ആൽബിനിസം ഉള്ള ഒരു കുട്ടിയുടെ അമ്മ അവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് വല്ലവർക്കും ഉണ്ടായ കുട്ടിയാണ് എന്നുള്ള അല്ലെന്ന് അവർക്ക് അറിയാമെങ്കിലും നിരന്തരമായി അവരുടെ ഒരു അതിജീവനത്തെ അവരൊരു ഐഡന്റിറ്റീനെ കളയാൻ ഇൻഫിഡലിറ്റി ആരോപിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അതിൽ തുടങ്ങുന്നതാണ് ഈ സാധനം. പിന്നെ മുതിർന്നു വരുമ്പോൾ ഇവരുടെ കാഴ്ചപരിമിതി ഉള്ളത് കൊണ്ട് ഇവരുടെ മൊബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. ഇതിന് മുതലെടുക്കുന്ന ആളുകളുണ്ട്, കാഴ്ചനെ മുതലെടുക്കുന്നവരുണ്ട്. ഇതൊരു അത്ഭുത വസ്തു പോലെ ചെറിയ പ്രായം മുതലേ പേരിനേക്കാൾ കൂടുതൽ അവരുടെ നിറം ചേർത്ത് സായിപ്പേ മദാമേ വിളികളായിരിക്കും. അതൊക്കെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ്. ഞാനൊരു മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുകൂടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഞാനതിനെ പറയാൻ ശ്രമിക്കുന്നതും എല്ലാ വ്യക്തികളും ഈ സ്റ്റിഗ്മയും ട്രോമയും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ട്, പല ഡെവലപ്മെന്റ് തിയറീസ് ഉണ്ട്. ആ ഡെവലപ്മെന്റ് തിയറിയിൽ നമ്മളൊരു ഏറ്റവും കൂടുതൽ ഓരോ പ്രായത്തിലും ബാല്യത്തിൽ ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ കിട്ടേണ്ട പലതും അവിടെ ഒരു സാമൂഹിക അന്തരീക്ഷം ഇല്ല എങ്കിൽ ഇതൊന്നുമില്ലാതെയാണ് അത്തരം ആളുകൾ കടന്നു പോകുക. അപ്പൊ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഉൾവലിയുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ചു സംഭവിക്കാം. അങ്ങനെ തിരിച്ചു സംഭവിച്ചിരുന്നെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മോഡലൊന്നും ഇല്ലെങ്കിലും ഞാൻ നാളെ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തേനെ ആളുകൾ അറിയുമായിരുന്നു. അപ്പൊ ഇതുവരെ പോസിറ്റീവായിട്ടുള്ളത് വരാത്തത് ഒരു പക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഇതിനൊന്നും വലിയ വിലയില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത്രയും അധികം ഡെവലപ്മെന്റ് സ്റ്റേജുകളിൽ സ്ട്രഗിളുകൾ നേരിട്ട് വരുമ്പോഴും അവരുടെ ഉള്ളില് ഒരു എന്താ പറയുക ഒരു വിസിബിൾ ക്രിമിനലിസം ഒന്നും ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അടങ്ങുന്ന കമ്മ്യൂണിറ്റിനോട് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് അത്രയും കൂടുതൽ സ്റ്റിഗ്മയും അവഗണനയും ഒക്കെ നേരിട്ടിട്ട് പോലും ഇന്ന് വരെ അത്തരം ആളുകൾ പ്രതിയാക്കുന്ന ഒരു കേസ് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ. ഈ സ്റ്റിഗ്മയെ പറ്റി പറയുമ്പം മറക്കാനാവാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ആ ഡോക്യുമെൻ്ററിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വ്യാപകമായ സമയത്ത് പല കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് HIV പോലെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സെക്സ് ചെയ്യുക. ലോക്ക്ഡൌണിന് ശേഷമാണ് ശരിക്കും ഈ ഗൂഗിൾ ഭയങ്കര കൂടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തെ എവിടെയെങ്കിലും കിടക്കുന്ന ചെറിയ കാര്യം പോലും നമുക്ക് വലുതായിട്ട് സ്പ്രെഡ് ആവും. അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ആവാൻ കുറെ കൂടി എളുപ്പമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ആഫ്രിക്കയിലെ ഈ കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര കൂടുതലായിരിക്കും. അതെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളാണ് അപൂർവമായി ജനിക്കുന്ന ഇത്തരം ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്ന്, നമ്മൾ ഇവിടുത്തെ ലുട്ടാപ്പീനെയും ഒക്കെ പോലെ കുട്ടിച്ചാത്തന്മാരായിട്ട് ഈ ബ്ലാക്ക് മാജിക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇവരുടെ മാംസം കഴിക്കുന്നത് നല്ലതാണെന്നും ഇവരെ സെക്സിന് യൂസ് ചെയ്താൽ എയ്ഡ്സ് പോലുള്ള മാറാരോഗങ്ങൾ ഉണ്ടാവില്ല എന്നും അങ്ങനെയൊക്കെ റേപ്പ് ചെയ്യപ്പെട്ടും അല്ലാതെയും കൊല്ലപ്പെട്ടിട്ടുള്ള അതാണ് നമ്മളിപ്പോൾ ഈ ഗൂഗിളിലൊക്കെ വായിച്ചാൽ കിട്ടുന്ന കാര്യം. ടാൻസാനിയ, സൈബീരിയ, ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അത് ഓരോ സ്ഥലത്തേക്ക് വരുമ്പോൾ അതിൻ്റെ രീതികൾ മാറി മാറി വരും. കാരണം ഗൂഗിൾ ഇങ്ങനെ തപ്പി പോകുന്ന ആളുകൾക്ക് ഇത് ആണോ അല്ലയോ എന്നറിയത്തില്ല. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് സർപ്പകോപമാണ് കൂടുതലും. പ്രത്യേകിച്ചും വിറ്റിലുകോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലാണെങ്കിൽ അത് സർപ്പകോപം എന്നുള്ള നിലയ്ക്കാണ് അഡ്രസ് ചെയ്യുന്നത്. ഈ ത്വക്ക് രോഗങ്ങളുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയപ്പെടുന്നത് സർപ്പകോപമാണ്, കാവ് തീണ്ടി, അങ്ങനെയൊക്കെയാണ് പറയുക. വിശ്വാസമുണ്ട്. അതിനൊറ്റ കാരണമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് അവബോധമില്ലാത്തതിൻ്റെ അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രൂപം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിസിബിൾ സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇപ്പം ഈ പറയുന്ന പോലെ വിറ്റിലിഗോ, ആൽബിനിസം, പിന്നെ നമ്മുടെ മൂക്കിന് ചെറിയ ബുദ്ധിമുട്ട്, ചുണ്ടിന് ബുദ്ധിമുട്ട്, ചെവിക്ക് ബുദ്ധിമുട്ട്, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡിൻ്റെ കാറ്റഗറിയിൽ ഇതുവരെ വന്നിട്ടുള്ളതല്ല. മുമ്പത്തെ 7 നിന്ന് 21 വരെ ആയിട്ടുണ്ട്. അതായത് ആസിഡ് അറ്റാക്ക് വരുന്നത് പോലും ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡിൻ്റെ ലിസ്റ്റിൽ ഇപ്പം നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും
ചിലതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ഡെഫിനിഷൻ വെച്ചിട്ട് മറ്റ് ശാരീരിക ഫംഗ്ഷനുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ഇതൊന്നും ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ വരാത്തത്. പക്ഷെ ഇവരെല്ലാം നമ്മുടെയൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് മറ്റു തരത്തിലുള്ള ചില അവഗണനകൾ നേരിടുന്നുണ്ട്. സമൂഹത്തിൽ വലിയ മാർഗമുള്ളവർ, ചെവിക്ക് ബുദ്ധിമുട്ടുള്ളവർ, ഇവരെ നമ്മൾ പരിഗണിക്കാൻ വേണ്ടി പരസ്യമായിട്ട് അവഗണനകൾ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ കോൺഫിഡൻസ് സ്കൂളിൽ വളർത്തുന്നതിലോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്ക് ഇത് രോഗമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിനോ ഒന്നുമുള്ള അവസ്ഥ അവരുടെ കരിക്കുലത്തിലില്ല, വളർന്നു പോകുന്ന സാഹചര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പിയർ ഗ്രൂപ്പ് പലപ്പോഴും അത്ര പ്രോപ്പർ ആവണമെന്നില്ല. പിന്നെ അവരുടെ പ്രണയം, വിവാഹം, തൊഴിൽ, ഇതെല്ലാം അതിനെ ബാധിക്കും. എങ്ങനെയൊക്കെയോ അവരവരുടെ കോൺഫിഡൻസിൽ ജീവിച്ചു പോവുകയും നമ്മൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായിരുന്നു എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം. എങ്ങനെയാ പേഴ്സണൽ ലൈഫ്, ഈ പേഴ്സണൽ ലൈഫിൽ ഇതേ പ്രശ്നങ്ങൾ കാരണം എനിക്കറിയാം, ഇപ്പം ചെറിയൊരു എന്തെങ്കിലും, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലം എടുക്കുകയാണെങ്കിൽ ഞാനൊക്കെ 90s കിഡാണ്. അപ്പോൾ ആ ഒരു സമയത്ത് സ്കൂളുകളിൽ ഈ ഡിസബിലിറ്റീസിനെ വെച്ചിട്ടാണ് ഇരട്ട പേരുകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനോടുകൂടി ജന്മന ഉള്ളൊരു കണ്ടീഷനാണ്. കുറേ ഇരട്ട പേരുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞു സായിപ്പെന്ന് അവർ സേവ് ചെയ്യാറുണ്ട് ഫോണിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് തൊട്ട് ഇപ്പം ഈ ഒരു ഏജിലിരിക്കുമ്പോൾ വരെയുള്ള ഒരു ജേണി എടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയായിരുന്നു? രസമുള്ള ജേണിയാണ്. രസമുള്ള ജേണിയാന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന ബ്രഹ്മപുരം എന്ന് പറയുന്നിട്ടുള്ളൊരു ഗ്രാമമാണ്. അതായത് ഇന്ന് കുറച്ചു കാലം മുമ്പ് അത് ഇച്ചിരി കുപ്രശസ്തി ആർജിച്ചായിരുന്നു. ഇപ്പം അത് വീണ്ടും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മുടെ കേരളത്തിലെ മാലിന്യ കൂമ്പാരം കത്തിയ സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഞാൻ 2ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ആ ആദ്യ സമയങ്ങളിൽ ഒരു പക്ഷെ എന്തില്ല, അത്ര ഓർമ്മകളുള്ള സമയമൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ആ നാട്ടിലുള്ളവർക്കെല്ലാം എന്നെ അറിയുമായിരുന്നു. എൻ്റെ അമ്മുമ്മയും അപ്പൂപ്പനടക്കമുള്ളവർ പല സ്ഥലത്തും എടുത്തുകൊണ്ട് വരുന്നതും ഇന്ന് ഈ ബ്രഹ്മപുരവും കാക്കനാടും ബന്ധിപ്പിക്കുന്ന പാലമൊന്നും അന്ന് സ്വപ്നത്തിൽ പോലും ഇല്ലാത്തതാണ്. അപ്പോൾ വഞ്ചിയിലൊക്കെ ആവശ്യത്തിന് വരിക. അന്ന് മുതലേ ഞാൻ മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൈമാറി ഒരു നാട് കൈമാറി എടുത്ത മനുഷ്യനാണ്. മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടിയ 2 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്നുള്ള ബോധം എത്തുന്നതിനേക്കാൾ മുമ്പേ എന്നെ അറിയുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിലേക്ക് ഞാൻ പറിച്ചു നടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് പല സമയങ്ങളിൽ പല സ്കൂളുകളിലും ഒക്കെ ആയിട്ടാണ് ഞാൻ പല സ്കൂളുകൾ, പല നാട് ഒക്കെ ആയിട്ട് വളർന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത്ഭുതത്തോടെ, പേടിയോടെ, അപ്പോൾ കല്ലെറിയുന്നവരുണ്ട്, നമ്മൾ നമ്മുടെ മുഖത്തേക്കും തുപ്പുന്നവരുണ്ട്, നമ്മുടെ അടുത്ത് നിന്ന് വെള്ളം വാങ്ങി കുടിക്കാത്തവരുണ്ട്. അങ്ങനെ പലതരത്തിൽ പല പ്രായത്തിൽ സ്റ്റിഗ്മകളുണ്ടായിരുന്നു. അതിനെ മറികടന്നത് ഒന്ന് ഈ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഒരു ഫാമിലി, എൻ്റെ ആ ഫാമിലി അറ്റ്മോസ്ഫിയർ, അതുണ്ടാക്കിയ ഒരു സോഷ്യൽ സെക്യൂരിറ്റി എനിക്കുണ്ട്. എല്ലാവർക്കും അത് അവകാശപ്പെടാനുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നീട് ഇത്രയും സ്ഥലങ്ങൾ മാറി വരുമ്പോഴും ഞാനൊരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അടുപ്പിച്ചൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടേക്ക് ഞാൻ ചെന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ അവിടെ ആ ക്ലാസ്സിൻ്റെ ലീഡറായിട്ട് മാറുകയാണ്. പിന്നീട് 10ാം ക്ലാസ് വരെ ഞാൻ അതാത് ക്ലാസ്സുകളിലെ ലീഡറായിട്ടിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്കൊക്കെ ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും ആ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ വെറുതെ സൂചിപ്പിച്ചു, എൻ്റെ വളർച്ചേൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓടക്കാലി എന്ന് പറയും, അശ്മന്നൂർ പഞ്ചായത്തിലാണ്. അപ്പോൾ വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടി, അവിടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നാളിനുള്ളിൽ ഞാൻ ലീഡറാവുന്നു, ആ ലീഡർ കണ്ടിന്യൂഷൻ വരുന്നു. ഇതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യം വെച്ച് ഞാൻ അവിടെ ചോദിച്ചിത്രേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത് ക്രൈറ്റീരിയ ആയിരുന്നു നിങ്ങൾക്ക് എന്നെ ഒരു ലീഡറാക്കാൻ തോന്നിപ്പിച്ചത്? കാരണം നമ്മൾ ഇച്ചിരി വലുതായി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല എന്നുള്ള സോട്ട് അനാലിസിസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സോട്ട് അനാലിസിസിൽ അങ്ങനെ അത്ര പറയപ്പെടുന്നതൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു സംശയം തോന്നുമ്പോഴോ ക്യൂരിയോസിറ്റി തോന്നുമ്പോഴൊക്കെയാണ് നമുക്ക് അത്തരം ചോദ്യങ്ങൾ വരിക. അത്തരം ചോദ്യം വന്നപ്പോൾ അവിടുത്തെ ടീച്ചർ, അന്നത്തെ ആ ടീച്ചർ കുറച്ച് പ്രായം, ആ സമയത്ത് ടീച്ചറിനോട് പറഞ്ഞ മറുപടി, നിന്റെ അടുത്തേക്ക് പേടിയോടെയും അല്ലാതെയും വരുന്നവരും വരാത്തവരും പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളാണ്, അവർക്ക് മറ്റുള്ളവരുടെ ലോകമൊന്നും അറിയത്തില്ല. കണ്ട് ശീലമായാൽ അവരെന്തിനോട് സെറ്റാവും. പേടിയുള്ളവനും പേടിയില്ലാത്തവനും ഒക്കെ നിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അവർക്ക് നിന്റെ അടുത്തേക്കും നിനക്ക് അവരുടെ അടുത്തേക്കും പോകാവുന്ന ഒരു സ്വതന്ത്ര സംവിധാനം ഉണ്ടായാൽ അത് നല്ലതായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് ചെയ്യും. വളരെ നല്ലൊരു അപ്രോച്ച് ആയിരുന്നല്ലേ. ഞാൻ ഇന്ന് ഈ കണ്ട വർഷങ്ങൾ മുഴുവൻ മെൻ്റൽ ഹെൽത്തുമായി നിൽക്കുമ്പോഴും
അന്നൊന്നും മെന്റൽ ഹെൽത്ത് എന്നുള്ള വാക്ക് തികച്ചു പറയാത്ത 95-ലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ സാധനം കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായ 5 വർഷം പേരെഴുതുമ്പോഴും ഡെസ്ക് എടുക്കാനും ടെസ്റ്റർ മാറ്റാനും ചോക്ക് എടുക്കാനും അന്നത്തെ വടിയെടുക്കാനും ഒക്കെ ഈ വരാന്തേക്കടെ മുഴുവൻ ഞാൻ വരികയും പോവുകയും ചെയ്യാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അവരെക്കാൾ മുതിർന്ന ഒരാൾ, അല്ലെങ്കിൽ അവരെക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡറാണ്, എപ്പോൾ വേണമെങ്കിലും സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ വരാം. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ യാത്രകൾ വരുത്തി ഫെമിലിയർ ആക്കി എനിക്ക് റോള് തന്ന് സെറ്റാക്കി എടുക്കുന്ന ഒരു വലിയ പണി ചെയ്തു. ഇതേ സാധനം ഇവിടെയുള്ള എല്ലാ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മനുഷ്യർക്കും കിട്ടിയാൽ, അവരെ ഫെമിലിയർ ആയാൽ, ഈ കാര്യങ്ങളൊക്കെ വന്നാൽ പല സ്റ്റിഗ്മകളും മാറിക്കിട്ടും. അതായത് ഡിസേബിൾ ചെയ്യുന്നതിന് പകരം എനേബിൾ ചെയ്യും, അതായത് ഇൻക്ലൂസീവ് ആക്കി. അന്ന് എനിക്ക് ഈ വാക്കുകളൊന്നും അറിയില്ല. ഇന്ന് പക്ഷെ ഞാൻ ആ വാക്ക് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കും. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയായി എന്നെ ഇൻക്ലൂസീവ് ആക്കിയ കുറേ മനുഷ്യരിലൂടെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ നടക്കുന്ന ഇഷ്ടം പോലെ നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആ നെഗറ്റീവുകളൊക്കെ മറികടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി തന്നത് അവരെനിക്ക് ഉണ്ടാക്കി തന്ന ഇൻക്ലൂസീവ്നെസ്. അപ്പം ഞാനും തുടരുന്നത് ആ ഇൻക്ലൂസീവ് ആക്കുക എന്ന് പറയുന്ന ഒരു സാധനം എത്ര ഭംഗിയായിട്ട് ചെയ്യാമോ ആ ഇൻക്ലൂസീവ്നെസ് അതെൻ്റെ ഒരു വെപ്പൺ എന്ന് പറയുന്നത് പോലും ഒരു പക്ഷെ ആ ഇൻക്ലൂസീവ് ആവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സിനിമകളിലെ ചില പേരോട് കൂടിയ സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങളെ അത് ഓഫറുകൾ വന്നിട്ട് പോലും, വലിയ ഓഫറുകൾ വന്നിട്ട് പോലും കൃത്യമായി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും ചിലർ മനസ്സിലാവാതെ പോയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ നിരസിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു 1-2 സിനിമകളുടെ പേരിൽ ഞാൻ അറിയപ്പെടുന്നുണ്ട്. ആ ഒരു പക്ഷെ സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചും കൂടി ആളുകളുടെ മുമ്പിൽ വീണ്ടും എനിക്കൊരു ഐഡന്റിറ്റിയോ സ്പേസോ വോയിസോ കിട്ടുന്നത്. പക്ഷെ അതും എനിക്കറിയുന്ന ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു 3-4 നല്ല കഥാപാത്രങ്ങളോട് കൂടിയ സിനിമകളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടുന്ന കൃത്യമായ ചില ഒരു ഇൻക്ലൂസീവ്നെസ് അന്ന് 5ാം ക്ലാസ്സിൽ മുതൽ 10ാം ക്ലാസ്സിലൊക്കെ വരെ കിട്ടുന്ന ആ ഇൻക്ലൂസീവ്നെസ് പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ അത് പിന്നെ ഉള്ളതൊക്കെ ഫൈറ്റിന്റെ നാളുകളായിരുന്നു. അത് കോളേജ് ഒരു ബേസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു തുടക്കം, ആ സ്കൂളിൽ തുടങ്ങിയ ആ ഒരു തുടക്കം നമ്മളെ വളരെ ഒരു സ്ട്രെങ്തൻ ആക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കുകയും ഒരുപക്ഷെ ഒരു ക്ലാസ് റൂമിന്റെ കോർണറിൽ ഒതുങ്ങി പോകേണ്ടിയിരുന്ന വ്യക്തി അവിടെ നിന്നും എല്ലാവരിലേക്കും വിസിബിൾ ആവുക, എനിക്കും ഇത് പറ്റും എന്നുള്ള നോർമാലിറ്റിക്ക് എത്തുകയും ചെയ്യുന്നത് എനിക്കൊന്ന് കുറച്ചുകൂടെ ആ ടീച്ചേഴ്സിന്റെയും അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ഒരു സപ്പോർട്ട് വളരെ ലീഡർ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരും ക്വസ്റ്റ്യൻ ചെയ്യത്തുമില്ല ആ ഒരു കാലഘട്ടത്തിൽ. കാര്യം അവൻ എന്റെ പേര് എഴുതി കൊടുത്തേക്കാം. സോ അത് കുറച്ചുകൂടെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കി, അത് നമ്മളോട് ബഹുമാനം ഉണ്ടാക്കി, നമ്മളോട് സ്നേഹം ഉണ്ടാക്കി, നമുക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുവരും. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വെച്ചാൽ അവിടെ എല്ലാ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുള്ള രസകരമായ വഴികളുണ്ട്. അതിൽ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ലീഡർ അല്ലായിരുന്നു ചിലപ്പോൾ നിന്റെ അടുത്ത് എനിക്ക് വരാൻ പേടിയായിരുന്നു. തുടക്കത്തിലാണ്, അല്ലാണ്ട് പിന്നെ പേടിയാന്നുള്ള. അല്ലാതെ കുറെ കാലം കഴിഞ്ഞ് ഈ ആൽബിനിസം വർത്തമാനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴാണ് അവർ പോലും ഇത്തരം വലിയ സ്റ്റിഗ്മകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഒഴിവാക്കിയതും ഈ വിളിപ്പേരുകൾ ഈ കഴിഞ്ഞ 1.5-2 വർഷം കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് അത്തരം വിളികളെ പരസ്യമായിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. ബുദ്ധിയും ബോധമുള്ള മനുഷ്യർ അതുകൊണ്ട് എല്ലാവരും സ്റ്റിഗ്മയുടെ വില എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ ഒരു പെയിൻ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു വിളിപ്പേര് പോലും ഒരു തമാശയല്ല, അത് അവരുടെ എൻറ്റയർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്യാമ്പസിലൊക്കെ രാഷ്ട്രീയവുമായി നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ. ആ രാഷ്ട്രീയത്തിനകത്ത് പോലും ഒരു വിഭാഗം ആളുകൾക്ക് നമ്മളുടെ പേരിന്റെ കൂടെ സഖാവ് എന്ന് പറയുന്ന ഒരു സാധനം ചേരുന്നതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മനഃപൂർവ്വം ഇപ്പൊ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഈ വെയില്, ഈ കണ്ണിന്റെ പ്രശ്നം, ഇതെല്ലാം വെച്ച് ഫൈറ്റ് ചെയ്തിട്ടും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എന്താ പറയുന്ന ഒരു സംഘാടന മികവ് കാണിക്കാൻ ഇഷ്ടമുള്ള അത് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ നമുക്കെതിരെ ഈ പേരുകൾ, ഈ വിളിപ്പേരുകൾ അവിടെ മനഃപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് പേരോ സഖാവോ എന്നുള്ളതിന് പകരം സായിപ്പായാൽ ആ വിളികളിൽ ഉണ്ടാവുന്ന സ്റ്റിഗ്മ, ആ ബഹുമാനം കുറഞ്ഞ് അത്തരം കാര്യങ്ങൾ പോവുകയും പിന്നെ നമ്മളെ കൂടുതൽ നമ്മൾ മാറി നിൽക്കേണ്ടി വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ ഫൈറ്റ് ചെയ്ത് ഫ്രണ്ടിൽ നിൽക്കുന്നോ ആ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴല്ല, അതായത് ഞാൻ പുരോഗമനപരമായ സംഘടനാ സംവിധാനങ്ങളോട് കൂടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങളോട് മാത്രമേ സഹകരിച്ചിട്ടുള്ളൂ. വായനശാലകൾ, ഗ്രന്ഥശാല സംഘങ്ങൾ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതായത് ഒരു മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് അത്ര ഓക്കെ അല്ലാത്ത സംവിധാനങ്ങളോടൊന്നും ചേർന്ന് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള സാമൂഹിക ബോധം ഉള്ള അതിനേക്കാൾ കൂടിയ ബോധത്തിലാണ് എൻ്റെയൊക്കെ ഒരു ഫാമിലി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫാമിലിൻ്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെയാണ് ഞാൻ ശരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഈ ക്യാമ്പസ്
കാലഘട്ടത്തിൽ എന്നെ പേരിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതിരുന്നത് ബോധപൂർവമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു 10 പേരെങ്കിലും ഇന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അവരോട് എന്നത് സംസാരിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂൾ ലൈഫ് പറഞ്ഞു, നമ്മൾ ക്യാമ്പസിലെത്തി. എങ്ങനെയാണ് സോഷ്യൽ വർക്കാണല്ലോ നമ്മൾ PG ചെയ്തത്, എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? സോഷ്യൽ വർക്കിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒന്ന് നമ്മുടെ സ്വഭാവം. ഞാൻ ഗ്രാജുവേഷൻ ആക്ച്വലി ഫിലോസഫി ആയിരുന്നു. മഹാരാജാസ് കോളേജ് എൻ്റെ ഒരു കൊതിയായിരുന്നു. അങ്ങനെയാണ് മഹാരാജാസിലേക്ക് വരുന്നത്. അപ്പോൾ രാഷ്ട്രീയം, അതായത് നമ്മൾ അതിനു മുമ്പേ തന്നെ പൊളിറ്റിക്കലി അത്യാവശ്യം സൗണ്ടായിട്ടുള്ള, സോഷ്യലി സൗണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റി വേണം എന്നുള്ളതാണ്. അന്ന് പണ്ട് താടിയൊക്കെ വരുമ്പോൾ അത് മോശമായിരിക്കുമോ മറ്റുള്ളവർക്കെന്ന് വിചാരിച്ചിട്ട് താടി പഠിക്കുകയും +2 ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ താടിയുടെയൊക്കെ ചെയ്തൊരു മണ്ടത്തരം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ചെറിയ പ്രായത്തിൽ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി കുറച്ചുകൂടി ഇറക്കമുള്ള ഉടുപ്പുകൾ ഇടിപ്പിക്കുക, തൊപ്പിയൊക്കെ വെക്കുന്ന, അത് ഫോർ ദ പ്രൊട്ടക്ഷൻ ആയിരുന്നു. പക്ഷെ നമുക്കത് പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടല്ല ആ പ്രായത്തിൽ അത് തരിക. പിന്നീട് നമ്മളത് കോൺഫിഡൻസിൻ്റെ പുറത്ത് +2 ഒക്കെ ആയപ്പോഴേക്കും ആ ഒരു തൊപ്പി നമ്മളെടുത്തത്. തൊപ്പി വയ്ക്കുമ്പോൾ ഒരു ഉള്ളിൽ നിന്ന് കാണുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഇൻട്രോവേർട്ട് പേഴ്സൺ അല്ല. പക്ഷെ മറ്റുള്ളവരുടെ ബിഹേവിയറും മറ്റു പല കാര്യങ്ങളും എൻ്റെ ഈ കണ്ണിൻ്റെ പരിമിതി എല്ലാം കൊണ്ടുകൊണ്ട് അത്ര വലിയ എക്സ്ട്രോവേർട്ട് ആവാനുള്ള, പെർഫോമർ ആവാനുള്ള സ്പേസ് ഒന്നും നമുക്ക് പൊതു ഇടങ്ങളിൽ കിട്ടണതുമില്ല. അപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടറിനെയൊക്കെ ശരിക്കും മോൾഡ് ചെയ്യപ്പെടുന്ന ആ ഒരു കൗമാര യൗവന കാലത്ത് ഒരു തലയിലൊരു പണ്ടൊക്കെ ഒരു കറുത്ത തൊപ്പിയായിരുന്നു. പിന്നീട് അത് മറ്റേ ക്യാപ്പാണ്. അതായത് ആ ക്യാപ്പിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് നമ്മുടെ എന്തിലേക്ക് വരില്ല, കണ്ണിലേക്ക് അടിക്കുമ്പോൾ കുറച്ചുകൂടി വിസിബിലിറ്റി ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ആളുകൾ അതിനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഉൾവലിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കൂട് പൊട്ടിച്ച് തന്ന പോലെ ഇന്നലെ വരെ ഞാൻ പേടിച്ച മുണ്ട് ഉടുത്താൽ പ്രശ്നമാകുമോ എന്നുള്ളത് അടുത്ത ദിവസം മുണ്ടുടുത്ത് നോക്കി. ആ മുണ്ടുടുത്തിട്ട് ആദ്യത്തെ മുണ്ടുടുക്കലിലൊക്കെ മുണ്ട് താത്തിയതിനെ എടുക്കും. പിന്നെ അതൊക്കെ സിനിമകൾ ഉണ്ടാക്കുന്ന ചില ഗുണങ്ങൾ കൂടിയാണ്. അപ്പോൾ അറിയാതെ ഉണ്ടാവുന്ന മുണ്ടുടുക്കും, ആ മുണ്ടുടുക്കുന്നതിൽ, ആ മുണ്ടെടുത്ത് മടക്കി കുത്തുന്നതിൽ, പിന്നീട് മുണ്ടെടുത്ത് സ്കൂളിൽ പോകുന്നതിൽ, അങ്ങനെ പതുക്കെ സിനിമ കൂടി മോൾഡ് ചെയ്ത, സിനിമ കൂടി ആംബിയൻസ് സെറ്റ് ചെയ്ത ഒരു ലോകം കൂടി നമുക്ക് വരുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സ്വാതന്ത്ര്യം തന്നെ കുറച്ചുകൂടി വൈഡ് റേഞ്ച് വരിക എന്നുള്ളതാണ്. അത് മഹാരാജാസ് പോലുള്ള സ്ഥലത്തേക്ക് വരുന്നു, ഫിലോസഫി പോലുള്ളൊരു ടോപ്പിക് എടുക്കുന്നു. മീൻസ് അതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഇസം രൂപപ്പെടുത്തുന്നതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി അവിടെ വരികയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എസ്തറ്റിക്കായിട്ട് മറ്റേ നാസ്തികവും ആസ്തികവുമായിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫി പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ദൈവമുള്ളതും ദൈവമില്ലാത്തതും, കമ്മ്യൂണിസം, ഹെഗൽ, കെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, അറ്റ്ലീസ്റ്റ് ഫിലോസഫി ഈസ് ദ സയൻസ് ഓഫ് ഓൾ സയൻസസ് എന്നും ഫിലോസഫി മീൻസ് ദ ലവ് ഓഫ് വിസ്ഡം എന്നൊക്കെ നമ്മൾ ആദ്യമായി കേട്ടതും പഠിച്ചതും ഒക്കെ അവിടെ നിന്നാണ്. അതിനകത്ത് എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ലോജിക്കായിരുന്നു. ആ ലോജിക്കാണ് സത്യത്തിൽ അതിൻ്റെ അത് ബേസിക് ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 2 സ്റ്റേറ്റ്മെന്റുകൾ കൂട്ടിച്ചേർത്താൽ, ഏതൊക്കെ രീതിയിൽ കൂട്ടിച്ചേർത്താൽ ശരിയും തെറ്റും വരുമെന്നും, അപ്പൊ അത് നമ്മളെ കുറച്ചുകൂടി നമ്മുടെ ഉള്ളിൽ ചിന്തിച്ചിരുന്ന ചില ചിന്തകളെയും നമുക്ക് അതുവരെ കിട്ടിയ അനുഭവങ്ങളെയും ഒക്കെ നമുക്കൊന്ന് റീമോൾഡ് ചെയ്യാൻ നമുക്കത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തു. അങ്ങനെ ആ ലോജിക്കും ഈ ഇന്ത്യൻ അല്ലെങ്കിൽ വേൾഡ് ഫിലോസഫിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയ കാര്യത്തിൽ നിന്നാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒക്കെ ചില പെർസ്പെക്റ്റീവുകളും കാര്യങ്ങളും വരുന്നതും അത് നമ്മുടെ ഒരു പിന്നീടുള്ള പഠനത്തിലേക്കൊക്കെ അതിനെ ലീഡ് ചെയ്ത് പോകുന്നതും. ഇപ്പോൾ ഐനിക എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത് വരെയുള്ള യാത്രയിലേക്ക് പിന്നീട് നമുക്ക് ഈ ഇൻസൈറ്റ് ഉണ്ടാവുക എന്ന് പറയും. മീൻസ് നമുക്ക് അതുവരെ ഉള്ളത് ഇതിൻ്റെ ഒരു 2-3 കാര്യങ്ങൾ കൂടി എനിക്ക് ഓർക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു +2 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ, തൊഴിലിലേക്ക്, വേറെ ജോലിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഇതിലേക്കൊക്കെ പോകുമ്പോൾ ലീഡറൊക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ പേര് ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ നോക്കി കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യുന്നതിൽ പലപ്പോഴും എനിക്ക് എൻ്റെ പേരുകൾ കണ്ടെത്താൻ പറ്റാറില്ല. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ, ആ ഒരു പ്രായത്തിൽ ടീച്ചേഴ്സും ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഒരു ഹീറോയിനും ഒക്കെ ആയി നിൽക്കുന്ന കാലത്ത് നമുക്കുണ്ടായിരുന്നു അധ്യാപനം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ചില ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇതിൻ്റെ ഇതിൽ ഞാൻ ടീച്ചർ ആയിക്കഴിഞ്ഞാൽ അവിടെ അറ്റൻഡൻസ് എടുക്കാൻ നേരത്ത് കുട്ടികളുടെ അറ്റൻഡൻസ് ഞാൻ തെറ്റി മാർക്ക് ചെയ്താലോ എന്നുള്ള അന്നത്തെ എൻ്റെ പേടിയും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തത് കൊണ്ടും എൻ്റെ ഉള്ളിൽ അധ്യാപനം എന്ന് പറയുന്നൊരു സാധനം
അന്നേ അത് കളഞ്ഞു. പിന്നെ ഉള്ളത് ആസ്ട്രോഫിസിക്സ് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റായിരുന്നു. പക്ഷെ കണ്ണിൻ്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും നിസ്റ്റാഗ്നസ് എന്ന് പറയുന്നൊരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും കണ്ണിൻ്റെ കാഴ്ചേൻ്റെ ഇതുള്ളതുകൊണ്ടും അത്തരം, അതായത് നമ്മുടെ പല സ്വപ്നങ്ങളും +2 സമയത്തുണ്ടാവുന്ന പലതും മാറ്റി വെച്ചിട്ടാണ് ലാബില്ലാത്ത, മറ്റ് സംവിധാനങ്ങളില്ലാത്ത, MBBS ഒന്നുമല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ അറിഞ്ഞോ അറിയാതെ ചൂസ് ചെയ്യപ്പെട്ടിട്ട് എവിടെ വരികയാണ്, ഫിലോസഫി പോലുള്ള ഒരു സോഷ്യൽ സബ്ജക്റ്റിലോട്ട് ഞാൻ തിരിച്ചു കയറി വരും. അപ്പം അപ്പോഴും എൻ്റെ ഒരു ബേസിക് കാര്യത്തിൽ എപ്പോഴും സോഷ്യൽ മാത്രമല്ല, കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള ടെമ്പറുള്ള ഒരാളാണ്. പക്ഷെ പിന്നീട് ഞാൻ ട്രെയിനറായിട്ട് മാറുമ്പോൾ എൻ്റെ ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊന്നും 10-25 വർഷത്തോളമായിട്ട് പലതരം പ്രായത്തിലുള്ള പലതരം മനുഷ്യരോട് പലതരത്തിൽ ട്രെയിനിങ്ങുകൾ എടുക്കുന്ന ഒരാളായി ഞാൻ മാറുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ മറ്റൊരു രീതിയിൽ, ഒരു പക്ഷേ ടീച്ചറായിരുന്നെങ്കിൽ ടീച്ചർ മാത്രമായി പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ടീച്ചർമാർക്ക് വരെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ മൊഡ്യൂൾ അനുസരിച്ചിട്ട് മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്ന, ആ മൊഡ്യൂൾ പ്രിപ്പറേഷൻ അനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ആളായി ഞാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ എൻ്റെ ഓരോ എൻ്റെ കണ്ണിനെയോ എൻ്റെ രൂപത്തെയോ, പിന്നെ അതുപോലെ ഈ ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ആലോചിക്കുമ്പോൾ, ഒരു തൊഴിൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഈ പകലിൻ്റെ വെയിൽ, നിരന്തരമായി സൺബേൺ ഏൽക്കുന്നത്, ഇത് പുറത്ത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്റ്റേറ്റിൻ്റെ അന്ന് ജസ്റ്റിസ് JB കോശിയാണ്, ആളുടെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചൊരു കാര്യം ഓർമ്മയുണ്ട്. രാത്രി കൂടി ജോലി ഉണ്ടാകാവുന്ന സംവിധാനങ്ങളും രാത്രി സൗകര്യങ്ങളും കേരളത്തിൽ ഉണ്ടാവണം. വേറെ ഒന്നുമില്ല, പകലിൻ്റെ ജോലി ബുദ്ധിമുട്ടായാൽ അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ സാധനം ഈ സെക്യൂരിറ്റി ജോലികൾ പോലുള്ള ഒരുപാട് ജോലികൾ രാത്രിയിലും ഉണ്ടല്ലോ. നമ്മൾ ഒരു വിഷനോട് കൂടി ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെല്ലുന്ന ആളുകളുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും മറുപടികൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് രണ്ടാമത് പോവുക, ആരോഗ്യവകുപ്പിൻ്റെ അടുത്തും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ അവർ അന്ന് എന്നെ കണ്ടത് എന്തോ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി വ്യക്തിപരമായി ചെല്ലുന്ന ഒരാളായിട്ടാണ്. അതായത് എങ്ങനെയൊരു ഡിസ്ക്രിമിനേഷനാണ്. അതായത് ഇവൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം വന്നിരിക്കുന്നത് നമ്മളോട് എന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഡിസ്ക്രിമിനേഷൻ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം നമുക്കതല്ല എന്ന് പറയാൻ വോയിസ് ഇല്ലാത്ത ഇഷ്ടം പോലെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 2009 മുതലുള്ള സമയങ്ങളിൽ നിരന്തരമായി, 2009 മുതൽ നിരന്തരമായി ഒരു പക്ഷേ സർക്കാർ സംവിധാനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമൊക്കെ പറയാ, മറ്റേ അന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ STD ബൂത്ത്, STD ISD ബൂത്തുകൾ. അപ്പൊ അതിൽ തൃപ്തി നമ്മുടെ മുഖത്ത് വരാതെ വരുമ്പോൾ ഒരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീനും കൂടി കിട്ടും. ഓക്കെ, നമ്മളെ അവര് റെസ്ട്രിക്ട് ചെയ്യാണ്, ഇതിലേക്ക് വരൂ, ഇത്രയാണ് സ്വപ്നം. നിങ്ങൾ ഇത് തൽക്കാലം മറ്റേ ഈ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ചാറി മുക്കി നിൽക്കാൻ മതി എന്ന് പറയുന്ന ഒരു സാധനമാണ് ആ സാധനം. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇൻസൾട്ട് ഫീൽ ഉണ്ട്. അപ്പൊ നമുക്കന്ന് നമ്മളെപ്പോലുള്ള ആളുകളെ, എനിക്ക് തന്നെ എന്നെ പോലുള്ള മറ്റു മനുഷ്യരെ ഉണ്ട് എന്ന് കണ്ടാലും ഞാൻ മാത്രം അനുഭവിക്കുന്ന സ്റ്റിഗ്മയുള്ള മറ്റൊരാളെ കാണുന്നത് പോലും എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. ഞങ്ങളടങ്ങുന്ന കമ്മ്യൂണിറ്റീൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും, ഞങ്ങളിൽ പലരും ആദ്യം ഈ പറയുന്ന പോലെ ഒരു ഇൻക്ലൂസീവ്നെസ് ഞങ്ങൾക്കിടയിൽ ആവശ്യമുണ്ട്. അതെ, ഞങ്ങളെപ്പോലുള്ളവരുണ്ട് എന്ന് കേൾക്കണം, അവരുടെ ഫോട്ടോ കാണണം. ഇൻക്ലൂസീവിനെ പറ്റിയിട്ടും എന്നോട് ഇപ്പം നമ്മൾ സംസാരിച്ചു തുടങ്ങിയിടത്തെല്ലാം ഈ ഞങ്ങളെ പോലെ എന്നൊരു കാര്യം വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഒരു സൊസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എളുപ്പമല്ല. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പലരും ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്തകളും പിന്നീടുള്ള ചില മൂവ്മെന്റുകളൊക്കെ നടത്തി ഇപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ അങ്ങനെ ഒരു കൂട്ടായ്മ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. പലയിടത്തും ആൽബിനിസം ഫ്രണ്ട്ലി സ്പേസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല തവണ ശ്രമങ്ങൾ നടത്തി. അതിൽ ശരിക്കും ഞങ്ങൾ ജയിച്ചു എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് കൊച്ചി മെട്രോയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ആൽബിനിസം ഫ്രണ്ട്ലി മെട്രോ എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഞാൻ പോലും ആദ്യമായി ഒന്നിലധികം ആൽബിനിസം സുഹൃത്തുക്കളെ കുറച്ച് മണിക്കൂറുകൾ അടുത്ത് കണ്ടത് അവിടെ വെച്ചാണ്. ആ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു. അതെ, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ആ ഒരു ക്യാമ്പയിൻ. അതെന്തായിരുന്നു ശരിക്കും, എങ്ങനെയാണ് അതിലേക്കൊന്ന് എത്തപ്പെട്ടത്? ഞാൻ ഗവൺമെന്റിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളോടും ബാക്കിയുള്ള ഓരോ ആളുകളോടും ആൽബിനിസം ഫ്രണ്ട്ലി കേരള എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ ഓരോ മനുഷ്യരോടും നമുക്ക് ഈ പുറകെ നടന്ന് തെറ്റിതിരുത്തുന്നതിനേക്കാൾ നല്ലത് 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ആൽബിനിസം ഫ്രണ്ട്ലി കേരള എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായാൽ ഞങ്ങളെക്കുറിച്ച് ആരോഗ്യ വകുപ്പിൻ്റെയോ സാമൂഹ്യനീതി വകുപ്പിൻ്റെയോ ഒക്കെ ഒരു റെക്കഗ്നിഷൻ വരും. ഒന്ന്, ആൽബിനിസം എന്നുള്ളൊരു വാക്ക്, അത് കൂടുതൽ ആളുകൾ പറയും, ഔദ്യോഗികമായ രേഖകളിൽ രേഖപ്പെടുത്തും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പറ്റും. അപ്പോൾ ആൽബിനിസം ഫ്രണ്ട്ലി ആവണമെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും തടസ്സം എന്ന് പറയുന്നത് യാത്രയാണ്.
പലപ്പോഴും ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബസ്സിൽ വെച്ചിട്ട്, ഓട്ടോയിൽ വെച്ചിട്ട്. ഈ പൊതുഗതാഗതങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പൊള്ളിച്ച് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിപ്പോൾ കണ്ടക്ടർമാരുടെ, ഡ്രൈവർമാരുടെ നാമം, അല്ലാത്തവരുടെ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് മെട്രോ. കാരണം സ്റ്റേഷനിലോട്ട് കയറിയ സെക്കൻഡ് മുതൽ അണ്ടർ CCTV സർവൈലൻസ് ആണ്. അതെ, വേറെ ഏത് നേച്ചറും കൊണ്ട് പോയാലും മെട്രോയിൽ എല്ലാവരും മാന്യന്മാരാണ്. തുറിച്ചു നോട്ടങ്ങളില്ല. ഓടി മാറാനോ ചാടി മാറാനോ ഉള്ള ബോധവും അനാവശ്യ ബോധവും കാണിക്കത്തില്ല. പലരോടും ശ്രമിച്ചു. KSRTCനോട് സംസാരിച്ചു, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട്, ഓട്ടോ തൊഴിലാളി അസോസിയേഷനോട്, പ്രൈവറ്റ് ബസ് ഓണേഴ്സിനോട്, ഇവരോടൊക്കെ സംസാരിച്ച അതേ കാര്യം തന്നെയാണ് നമ്മൾ ആരോട് സംസാരിച്ചത്, കൊച്ചി മെട്രോൻ്റെ അസോസിയേഷനോട് സംസാരിച്ചത്. പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയത്, കാരണം അതൊരു സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് തന്നെ അവരത് മനസ്സിലാക്കുകയും നമ്മളോടത് അനുഭാവം കാണിക്കുകയും അവരതൊരു 1 വീക്ക് ജേണി ചെയ്യും. പിന്നെ കുറേ നാളുകളോളം ആ ഒരു പോസ്റ്ററോടെ കൂടുതൽ ആളുകൾ അത് കാണുന്നു. അത് വന്നതിന് ശേഷമാണ് നമ്മൾ ഉയർത്തുന്നത് ഒരു സാമൂഹിക പ്രശ്നമാണ്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എൻ്റെ കൂടെ ഉള്ളവർ പോലും, അത് വ്യക്തിപരമായി എൻ്റെ ഒരു ഫോക്കസ് അല്ല, അതൊരു പൊതുബോധത്തിൻ്റെ ഭാഗമാണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടായത് ആ ഒരു മെട്രോ ക്യാമ്പയിനിലൂടെയാണ്. അതിൻ്റെ എക്സ്റ്റൻഷനിൽ നമുക്ക് അത് മെട്രോ രാജ്യത്തെ ആദ്യത്തെ മെട്രോ ആണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ആ ഒരു മെട്രോന്റെ മെറിറ്റ് കൊണ്ട് സംഭവിച്ചതാണ്. നമ്മുടെ സെന്റ് സ്റ്റീഫൻ കോളേജ് ഉഴവൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൽബിനിസം ഫ്രണ്ട്ലി ക്യാമ്പസ്. ഓക്കെ, ഈ ആൽബിനിസം ഫ്രണ്ട്ലി എന്ന് പറയുമ്പം ശരിക്കും എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആൽബിനിസം എന്ന് പറയുന്ന വാക്കും അതെന്താണെന്നും പല പ്രായത്തിലുള്ള ആളുകൾ കൂടുതൽ ഫെമിലിയർ ആവണം. അതിൽ ഫെമിലിയാരിറ്റീൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ ഇപ്പോഴും രോഗമാണോ, മിണ്ടാമോ, അടുക്കാമോ, ഈ ജാതി ദുരഭിമാന കൊല പോലെ തന്നെ ഈ പറയുന്ന ഡിഫറെൻ്റ് ലേബിളിൻ്റെ പേരിലും ഇഷ്ടംപോലെ ആളുകൾക്ക് ഈ നിറത്തിൻ്റെ പേരിൽ ജീവിതം നഷ്ടമായിട്ടുള്ളവരുണ്ട്. ജീവനല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ, ജീവിതം നഷ്ടമായിട്ടുള്ള ആളുകളുണ്ട്. വീണ്ടും അടുത്തൊരു ഇതിലേക്ക് ആലോചിക്കാൻ പറ്റാത്തവരുണ്ട്. ചില ആളുകൾ ഈ ആൽബിനിസംകാരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എളുപ്പമാണല്ലോ. അപ്പൊ ഞാനും വരുണും ആൽബിനും ആണെന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ, ഈ ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ടിങ് ആണെന്നുള്ള ഫേസും കിട്ടും. വേറെ ആരെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ട, അവരുടെ ബാധ്യതയും തീർന്നു, ഇവരുടെ ഉത്തരവാദിത്വം തീർന്നു വെച്ചാൽ ഇവർ പോലും ഇവരെയോ ഇവരെ പോലെയുള്ള മനുഷ്യരെയോ ഒക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി അവരുടെ പ്രിയോറിറ്റികളിലൊക്കെ വിവാഹം വരണമെങ്കിൽ, കോൺഫിഡൻറ്റ് പ്രിയോറിറ്റിയിൽ വിവാഹം വരണമെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ഈ ചെറിയ പ്രായം മുതൽ ജീവിച്ചു പോകുന്ന ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ ആയിരിക്കണം. അവർ കൗമാരത്തിൽ ഓപ്പോസിറ്റ് ജെൻഡറിന് ഓക്കെ ആയിരിക്കണം. ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ ഓക്കെ ആവോ, വേറൊരാൾ സമ്മതിച്ച ആളിനെ നാളെ തിരിച്ചു പറയുമോ, കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആവോ ഇല്ലയോ, കുട്ടി അങ്ങനെ ആയാൽ ഞാൻ നോക്കൂ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ആൽബിനിസം ഉള്ള കുട്ടി ഉണ്ടായാൽ ഞാൻ എങ്ങനെ നാളെ പ്രതികരിക്കുമായിരിക്കും, ഇങ്ങനെ തന്നെ ആലോചിച്ച് കൂട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതൊക്കെ പൊതുബോധത്തിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടുന്ന കുറേ കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. ഒരു ആൽബിനോയ്ക്ക് കല്യാണം കഴിച്ചിട്ട് മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആൻസൈറ്റീസ് വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പം കല്യാണം കഴിക്കാൻ വരുന്ന പാർട്ട്ണറിന് ഉള്ള കൺസെപ്റ്റ് കാണും. ഇപ്പം കളറിൻ്റെ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇന്നലെ തുടങ്ങിയതല്ല, അത് പണ്ട് തൊട്ടേ ഉണ്ട്. ഇതൊരു ജെനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതല്ലാതെ ഇപ്പോൾ ഒരു മാരിറ്റൽ ലൈഫിലേക്ക് വരുമ്പോൾ, സെക്ഷുവൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആൻസൈറ്റീസ് ഉണ്ടാക്കുന്നത്, എന്തെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നത് സാധാരണ? ഫാക്ട് ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞാൽ ആ മെലാനിൻ പിഗ്മെന്റിന്റെ കുറവല്ലാതെ മറ്റു ഫിസിക്കൽ കണ്ടീഷനുകൾക്കൊന്നും ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതകളുമില്ല, തടസ്സങ്ങളുമില്ല, പ്രശ്നങ്ങളുമില്ല. പിന്നെ ഇതിന്റെ ഒരു റിസ്കി ഫാക്ടർ എന്ന് പറയുന്നത്, എനിക്ക് നാളെ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആൽബിനോ കുട്ടി ഉണ്ടാകാതിരിക്കാൻ. അതേ സെയിം സാധനം തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പല ആളുകൾക്കും. ഈ ആൽബിനിസം വന്നവന്റെ മാത്രം പ്രശ്നം ആകാതിരിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ആർക്ക് വേണമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ സംഭവിച്ചാൽ ഇന്ന ഇതൊന്നും വേണ്ട, ഹെറിഡിറ്ററി നിർബന്ധമില്ല. അതായത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുട്ടികൾക്കും ചിലപ്പോൾ വന്നേക്കാം എന്ന ബോധമുണ്ടെങ്കിൽ പോലും ഇതൊരു കോമൺ ഡിസ്കഷൻ ആവേണ്ടുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഇത് രോഗമല്ല, ഇത് കണ്ടീഷൻ. അപ്പോ നാളെ എൻ്റെ കുട്ടി കറുത്തു പോവുകയോ കുട്ടി ഇരുനിറമാവോ എന്ന് പേടിക്കുന്നത് പോലെ ശരിക്കും ആ ഒരു പേടിയുള്ളൂ. പക്ഷെ ഈ കളറിനും ഈ പറയുന്ന സാധനത്തിനും സ്റ്റിഗ്മ ഇല്ല എങ്കിൽ എൻ്റെ ആ സ്റ്റിഗ്മ മാറി. ഞങ്ങൾ ഒരു ആൽബിനിസം വ്യക്തി ഇരിക്കുന്ന ആ തുറിച്ചു നോട്ടം ആയിരിക്കത്തില്ല
രണ്ട് ആൽബിനിസം വ്യക്തികൾ ഇരിക്കുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താ. അത് രണ്ട് ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു പണ്ട് ഒരു രസമുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ആള് കോഴിക്കോട് ജില്ലയിൽ ജോലി ചെയ്യുന്നതാണ്. ഞാൻ അവിടെ ട്രെയിനിങ്ങിന് പോയി. ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാര്യമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അടുത്തൊരാൾ ഇങ്ങനെ വട്ടം ചുറ്റി, വളരെ ക്ലോസിൽ വട്ടം ചുറ്റി നടക്കുകയാണ്. നമുക്ക് പോലും വെറുപ്പുണ്ടാക്കുന്ന പോലെ, എന്താ പറയണേ കേൾക്കണേ ഒരു ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ. ജസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് എന്നെയൊക്കെ ഹഗ് ചെയ്ത് ട്രെയിനിലേക്ക് കയറ്റി എനിക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ തന്ന് ചങ്ങാതി പോകാൻ നേരത്ത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ സിനിമേൻ്റെ ഒരു ഡയറക്ടറാണ്, നിങ്ങൾ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? ചേട്ടാ എനിക്ക് വേറെ ജോലിയുണ്ട്, എൻ്റെ ഒരു പാഷനിൽ പെട്ടൊരു സാധനമല്ല. അല്ല, നിങ്ങൾ ഇത്ര ഭംഗിയുണ്ടായിട്ടും അയാളെപ്പോലെ ഒരാളോട് ഇത്ര പബ്ലിക്കായി നിന്ന് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. സത്യത്തിൽ അതായിരുന്നു അയാളുടെ ആദ്യത്തെ ചോദ്യം. പക്ഷേ വേറൊരാളെ ഇംപ്രൈസ് ചെയ്യണമെങ്കിലും വേറെ ചാടിക്കറി അത് അയാളുടെ രീതിയായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ എൻ്റെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട ഒരാളാണ്. കുറച്ച് നേരം കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അയാൾ ഇങ്ങനെയാണ് സംസാരിച്ചത്, അയാൾ ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ടെന്ന് എന്നോട് എന്തെങ്കിലും സംസാരിച്ചാൽ നീ വലിയ സീനൊന്നും ആക്കണ്ട. പിന്നെ അതുപോലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നമ്മുടെ എറണാകുളം KSRTC സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു. അപ്പം ഞാൻ മുണ്ടും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്, രാത്രിയിലാണ്. അപ്പം മുണ്ടും ഷർട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അറിയാം അവർ ഫോറിനർ അല്ല എന്നുള്ളത്. പക്ഷേ ഒരേ സമയം ഫോറിനർ ആണെന്നും നമ്മളുടെ മേലെ അധികാരം സ്ഥാപിക്കാനുള്ളത് പോലെ എന്താണ് എൻ്റെ കൂടെയുള്ള സ്ത്രീനോടടക്കം വളരെ മോശമായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷനുണ്ട്. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിനർ ആണ് എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധനം വേറെ, അതല്ലെന്ന് കാണിക്കുമ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇന്ന് നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറും ആന്റി സോഷ്യലും ഒക്കെ എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിന്റെ വേറൊരു വേർഷൻ നമ്മളെക്കാൾ ഒരു കുതിര കയറി, അതായത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ സുരക്ഷിതരല്ലാതാക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ. അത് നമ്മൾ ഈ കേസിൽ മാത്രമല്ല, നമ്മൾ പല ആളുകളോടും പ്രത്യേകിച്ചുമാണ് അയാൾ ശരീരം കൊണ്ടോ അല്ലെങ്കിലോ ഏതെങ്കിലും തരത്തിൽ ദുർബലനാണെങ്കിൽ അയാളുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിനോടോ വീട്ടുകാരോടൊക്കെ ചില റോളുകൾ എടുക്കുന്ന ടൈപ്പ് ആന്റി സോഷ്യലുകൾ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പല ആളുകൾക്കും ചില പേടികളുണ്ട്. നമ്മള് അത്ര കംഫർട്ടബിൾ അല്ലാത്ത ആളുകൾ, അതായത് എനിക്ക് ഭയങ്കര സോഷ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ എനിക്ക് വേറൊരാളെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്നെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ അതിനേക്കാൾ താഴെയാണെന്നുള്ള രീതിയിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു മെന്റൽ വെർബൽ അബ്യൂസ് ചെയ്താൽ അത് അവരുടെ ലൈഫ് ലോങ് ബുദ്ധിമുട്ടിലാക്കും. അതായത് ഞാൻ ട്രെയിനിലോ അല്ലാതെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തോളിൽ ഒരാൾ ചാരിക്കിടന്നാൽ അവർക്കല്ല പേടി, എനിക്കാ പേടി. കാരണം അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ ഉണ്ടാക്കാൻ പോകുന്ന പുലിവാലെന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കത്തില്ല. പിന്നെ ചിലപ്പോഴൊക്കെ ഡോക്ടർമാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ ചോദ്യം എന്നുള്ളത് പെങ്ങളായിരിക്കുമല്ലോ അല്ലേ. ഏത് അക്സെപ്റ്റൻസ് ആണ് ഇവിടെ വേണ്ടത്, ഏത് ബോധമാണ്? എന്നാൽ ഇതിന്റെ ഇടയിലൊക്കെ ആൽബിനിസം വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞ വാചകം എന്നാന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം, ഇച്ചിരി വെളുത്തുപോയി നല്ലേ ഉള്ളൂ, ഇവർക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി തരും. ഒരു ഗവൺമെന്റ് പോളിസി ഉണ്ടാക്കാൻ സ്റ്റേറ്റിനും പറ്റും, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഒറിജിനൽ പോളിസി ഉണ്ടാക്കേണ്ടത്. എന്നാൽ കേരളം മറ്റു പല കാര്യങ്ങളിലും മാതൃകയായിട്ടുള്ളത് കൊണ്ട് ആണ് കേരളത്തെ ആൽബിനിസം ഫ്രണ്ട്ലി ആക്കി മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് 2-3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, അക്കാഡമിക്കലി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ആൽബിനിസം മാറണം. അത് വെളുത്തിരിക്കുന്ന ഇങ്ങനെ ജനിച്ചു പോയ 4 ആളുകളുടെ പ്രശ്നമല്ല ഇത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഒരു പൊതു ബോധത്തിനകത്ത് ഇനിയും ജനിക്കപ്പെടാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായി ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ വെള്ളം വെച്ച് വലിയ മനുഷ്യത്വം കാണിച്ച ആൾക്കാരുള്ള നാടാണ്. പിന്നീട് കഴിഞ്ഞ വർഷത്തോടുകൂടി നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് കൂടി ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ അതൊന്ന് ബോധ്യപ്പെടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം വെക്കാനാണെങ്കിൽ അത് ശരിയായ നിലപാടല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 വർഷം മുമ്പ് വരെ പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം വെച്ച പരിപാടി ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ ആ ഷോ നിർത്തിയെന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ചും പറഞ്ഞില്ല. ഇപ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ വെയിലുണ്ടായിരുന്നപ്പോൾ പറയായിരുന്നു, ഇനിയിപ്പോ ആൽബിനിസം ഡേ നടക്കുന്നത് ജൂൺ 13 കേരളത്തിൽ നല്ല മുട്ട മഴയായിരിക്കും. ഈ ജൂൺ 13 ഇവിടത്തെ മഴയായത് നമ്മളാരും അറിഞ്ഞിട്ടല്ലല്ലോ. ഇന്റർനാഷണൽ ഡേ ആണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് പൊതുവെ ആരും ഗൗരവത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത
ഒരു സാധാരണ ദിവസം മാത്രമായിരിക്കും. ഓക്കെ. ഏതെങ്കിലുമൊക്കെ പത്രത്തിൽ നമ്മളെ അറിയുന്ന കുറെ മനുഷ്യർ അവരുടേതായ കോളം ജനറേറ്റ് ചെയ്താൽ അല്ലാതെ ഒരു കാരണവശാലും ഒരു അജണ്ടയോട് കൂടി ഒരു പർപ്പസോട് കൂടി ഒരു കാരണവശാൽ എനിക്ക് തോന്നുന്നില്ല ഈ വരുന്ന ജൂൺ 13 അന്ന് ഇപ്പൊ ലോക്കൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതങ്ങ് പോകും. ഓക്കെ. അതായത് അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നിട്ടും അതിന് പ്രോപ്പറായിട്ടുള്ള ആ അറ്റൻഷൻ കൊടുക്കുന്നതിന് നമ്മൾ ടെംപ്ലേറ്റ്സുകൾ എന്ന് പറയില്ല. സോഷ്യൽ ക്രൈറ്റീരിയയിൽ അങ്ങനെയല്ലേ പറയാം, ടെംപ്ലേറ്റ്സുകളുണ്ട്. ഈ ടെംപ്ലേറ്റ്സുകൾ ആദ്യം അവർ അവരുടെ ടെംപ്ലേറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതായത് ഒന്ന്, ഈ ആൽബിനിസവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നടക്കേണ്ടത് ഒന്ന്, ഇതിൻ്റെ അകത്ത് അവബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് സ്വന്തം വീട്ടിലെ അച്ഛനോ സിബ്ലിങ്സോ വരെ ഈ വിവരങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ സ്റ്റിഗ്മയിൽ പെട്ടിട്ടുണ്ട്. നമ്മളോ ഇങ്ങനെയുള്ളത് കൊണ്ട് ചിലപ്പോൾ വിവാഹം എല്ലാവരും നടക്കണമെന്നില്ല, ചിലർ നടന്നിട്ടുണ്ട്. വീട്ടിലുള്ളവർക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ നാളെ അവരുടെ വീട്ടിലും വരാന്ന് വെച്ചാൽ അതും ഒരു സർവേ നടന്നാൽ മാത്രമേ എത്ര ആൽബിനിസം ഉള്ള ആളുകൾ ഒരു ഫാമിലി ലൈഫിൽ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ. കണക്കില്ല. നിലവിൽ അങ്ങനെയുള്ള ആളുകളുടെ കണക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാൻ പാടില്ല, അവർ എത്ര പേര് തൊഴിൽ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. കുറച്ച് ഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ട് കുറച്ച് RTA ഒക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ഔദ്യോഗികമായിട്ട് ഈ ജൂൺ 13 സാമൂഹ്യ വകുപ്പിനോ ആരോഗ്യ വകുപ്പിനോ എന്ത് ചെയ്യാൻ ഉദ്ദേശമില്ല. ഈ ആൽബിനിസം ദിനം ആചരിക്കാൻ ഉദ്ദേശം ഇല്ല. ഇതുവരെ തീരുമാനമൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്നും അവിടെ കണക്കില്ല എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്ലഡ് പോലെ ഇങ്ങനെ ഒരു കൺസിഡറേഷൻ റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിലും അങ്ങനെ ഒരു അഡ്രസ് ഇല്ല. ആൽബിനിസം എന്നുള്ള ത്വക്ക് രോഗങ്ങളുള്ളവർ എന്നുള്ള നിലയ്ക്കാണ്, ഇത് രോഗമല്ല ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെ പല ക്രൈറ്റീരിയയിൽ നമ്മളിപ്പോൾ ഈ ആൽബിനിസം ഫ്രണ്ട്ലി ക്യാമ്പസ് ഉണ്ടാക്കുന്നതും ആൽബിനിസം ഫ്രണ്ട്ലി ഇതുണ്ടാക്കുന്നതും പിന്നീട് നമ്മൾ ചില കോഴ്സുകൾ ചില ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത് ഈ സബ്ജക്റ്റിന് മെറിറ്റ് ഉണ്ടാക്കലാണ്. ഇത് എവിടെയൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വന്ന് ഈ തവണ ഒരു ഡിഗ്രി സ്റ്റുഡൻറ് അവരുടെ ഡെസർട്ടേഷന് ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് ആൽബിനിസംകാരുടേതാണ്. ലൈഫാണ്. പക്ഷെ അതൊരു ചെറിയ നമ്പറിലേക്ക് അവരുടെ ഒരു ക്വസ്റ്റനെയർ കിട്ടിയാൽ എത്ര ആളുകളുടെ റാൻഡം സാമ്പിളിംഗ് മതിയായിരിക്കും. പക്ഷെ അതൊരു MPhilനോ PhDക്കോ തീസിസ് ആയാൽ അതിനെക്കുറിച്ച് ഈ പറയുന്ന ഞങ്ങൾ ജനിക്കുന്ന ആളുകളോട് ഡോക്ടർമാർ പറയുന്നത് ചില മണ്ടത്തരങ്ങളുണ്ട്. അതിലൊന്ന്, ഞങ്ങൾക്ക് ജനിച്ചപ്പോൾ കാഴ്ച ഉണ്ടായിരുന്നില്ല, ഞങ്ങളാണ് കാഴ്ച ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കുറെ ആൾക്കാരുണ്ട്. കാരണം ജനിച്ച ആ സമയത്ത് ഇത്രയും ലൈറ്റ് ഉള്ളത് കൊണ്ട് ഈ അൾട്രാ വയലറ്റും ഈ പറയുന്ന ലൈറ്റൊക്കെ കൊണ്ട് കണ്ണ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കൺപീലി വരെ വൈറ്റ് ആയതുകൊണ്ട് റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ കുഞ്ഞുകുട്ടികളാണല്ലോ, അതിനേക്കാൾ കണ്ണ് തുറന്നൊക്കെ വരുന്നതിന് കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും കൊച്ചു കണ്ണ് തുറക്കുന്നതും കാണുന്നതുമല്ല. ഇത് പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ കണ്ണ് ഡോക്ടർമാരും അല്ലാത്തവരും ഒരു മെറിറ്റ് പോലൊക്കെ പറഞ്ഞ കഥകൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതില് ഇപ്പം ഡിസബിലിറ്റിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ എബിലിറ്റിയെ പറ്റി സംസാരിക്കുന്ന സമയമാണെങ്കിലും ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അതിൽ UDID എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. 21ഓളം കണ്ടീഷൻസിനെ ലിസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുകയും റിസർവേഷൻ അടക്കം ഉള്ളത് കൊടുക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്കീമും പ്രോഗ്രാമും ഒക്കെ തന്നെയുണ്ട്. ശരിക്കും ചേട്ടനെ സംബന്ധിച്ചിട്ട് ചേട്ടൻ എന്താ തോന്നുന്നത്, ഇതൊരു ഡിസബിലിറ്റി കണ്ടീഷനിലേക്ക് കൺസിഡർ ചെയ്യേണ്ടതാണോ, അത്തരം ബെനിഫിറ്റ്സിന് അർഹരാണോ ഇങ്ങനെയുള്ള ആൽബിനോസ്, എന്താ തോന്നുന്നത്? ആദ്യം ചെയ്യേണ്ടത് ഇവരെ അക്കാഡമിക്കലി അഡ്രസ് ചെയ്യപ്പെടണം. അപ്പൊ കുറെ സോഷ്യൽ സ്റ്റിഗ്മകൾ മാറും. ഓക്കെ. ആൽബിനോസ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് സ്കിന്നിന്റെയും രണ്ട് കണ്ണിന്റെയും കാര്യത്തിലാണ്. ഓക്കെ. സ്കിന്നിന്റെ കാര്യത്തിൽ അൾട്രാ വയലറ്റ് റേനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നിലവിലുള്ള ഈ സൺസ്ക്രീനുകളൊന്നും അത്ര എഫക്റ്റീവ് ഒന്നുമല്ല, ഈ പറയുന്ന ആളുകൾക്ക് അത്ര എഫക്റ്റീവ് ഒന്നുമല്ല. പിന്നെ ഉള്ളത് കണ്ണുമായി ബന്ധപ്പെട്ടാണ്. അത് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. ഈ അവയർനെസ്സിന് നമ്മുടെ എല്ലാം ഈ ജില്ലാ ആശുപത്രികളിൽ പല രോഗങ്ങളെക്കുറിച്ചും ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ഒരു ഭിന്നശേഷി കുട്ടികൾ, സ്പെഷ്യൽ ചൈൽഡ് എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു ഇത് വരുന്നത് പോലെ ആദ്യം വേണ്ടത് അത്തരത്തിലുള്ള ഒരു അവയർനെസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങളെ പോലുള്ള കുഞ്ഞു ആവുകളുടെ പടം വെച്ച് ഇതൊരു രോഗമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോമൺ ആയിട്ട് ഈ കണ്ട ആശുപത്രിയിൽ പോകുന്നവരെല്ലാവരും അതിന് വലിയ പോളിസിന്റെ ഒന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല. സയന്റിഫിക് ആയിട്ട് നിലവിൽ എന്ത് എവിഡൻസ് ഉണ്ടോ അത് ഒരു പോസ്റ്റർ ഉണ്ടാക്കേണ്ടതും അത് പബ്ലിഷ് ചെയ്യേണ്ടതും കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിന് വലിയ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത്തരം ആളുകൾക്ക് കിട്ടേണ്ടുന്ന
ചില പരിഗണനകൾ. അപ്പോൾ ആർക്ക് കൂടി കിട്ടും? കുട്ടിക്ക് മാത്രമല്ല, ഇന്ന് കുട്ടിയും അമ്മയും ചേർന്നതാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ചൈൽഡോട് കൂടിയുള്ള ആളുകൾക്ക് അമ്മയ്ക്ക് കിട്ടുന്ന അതേ സാധനം ഇങ്ങനെയുള്ള സമയത്ത് അമ്മയ്ക്കും കൂടി എന്ത് സോഷ്യൽ പ്രൊട്ടക്ഷൻ, എന്തൊക്കെ കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഞാൻ കാരണമാണല്ലോ എൻ്റെ കുട്ടി ഇങ്ങനെ ജനിച്ചതെന്നുള്ള കുറേ കുറ്റബോധത്തിലൊക്കെ പോകുന്ന ആളുകൾ ഇന്നത്തെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ വലിയ ഷൈനിങ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനാവശ്യമാക്കി കൊടുക്കുന്ന സ്റ്റിഗ്മകളാണ്. അതിനെയും എന്ത് ചെയ്യാൻ പറ്റിയേനെ? ഈ ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ എടോ ഇതൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, സ്വാഭാവികം, നമ്മളുടെ ആരുടെയും ബുദ്ധിമുട്ടല്ലല്ലോ, നമ്മൾക്ക് കിട്ടി. അപ്പോൾ കുറച്ചുകൂടി ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് ജാതകം നോക്കിയാലും നോക്കിയില്ലെങ്കിലും ജനറ്റിക്കൽ ടെസ്റ്റുകൾ നടത്താനുള്ള ഒരു ബോധം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി വരും. എക്സാക്ട്ലി. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ ആൽബിനിസം ഉള്ള ആളെ കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളപ്പോഴും അവർക്ക് കുട്ടികൾ വേണ്ട എങ്കിൽ, അത് മുന്നേ കൂട്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആൽബിനിസം ഉള്ള കുട്ടി ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടല്ല, അല്ലെങ്കിൽ തന്നെ കുട്ടികൾ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയും ഇവർക്കൊക്കെ വിവാഹം കഴിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഇവരോട് ചിലർക്ക് ബന്ധപ്പെടാൻ പാടില്ല എന്ന് ചിലരുണ്ട് പറഞ്ഞിട്ട് ഇവർക്ക് അങ്ങനെയുള്ള ശേഷികളൊന്നുമില്ല എന്ന് വേറെ സ്ഥലത്തെ കഥയുണ്ട്. വേറെ സ്ഥലത്ത് എന്താ പറയണേ, ഈ എയ്ഡ്സ് ഒക്കെ പ്രതിരോധിക്കപ്പെടുമെന്നുള്ള പറയുന്ന കഥയാണെങ്കിൽ വേറെ സ്ഥലത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ശേഷികളൊന്നുമില്ല എന്നും കഥ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ ആളുകൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് ആൽബിനിസം എന്താണെന്നും ഇത് രോഗമല്ല എന്നും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകളുടെ സ്യൂഡോ ചികിത്സകൾക്ക് സയൻസിന് ഈ പറയുന്ന ആളുകൾ വിധേയമാവില്ല. അതും ഈ പറയുന്ന പോലെ പോസ്റ്ററോ ഒരു കൈപ്പുസ്തകമോ ഉണ്ടാക്കിയാൽ അംഗനവാടി വഴിയോ ഈ ജില്ലാ ആശുപത്രികൾ വഴിയോ